യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. അതേ മണവാളൻ ബുദ്ധിയുള്ള കന്യകന്മാരോടുകൂടെ അകത്ത് കയറി വാതിലടച്ച ശേഷം ആ വാതിലിന്റെ മുമ്പിൽ വന്ന ബുദ്ധിയില്ലാത്ത കന്യകന്മാർ വന്ന് മുട്ടിയിട്ട് പ്രകാരം പറഞ്ഞു, യജമാനനെ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതിനവൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ടും പറയുന്നു. സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുമ്പോൾ ഞാനത് വെറുതെ പറയുന്നല്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, എത്രത്തോളം ഗൗരവമുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ആ ഗൗരവമുള്ള കാര്യം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അവൻ നമ്മളെ അറിയുള്ളൂ. നമുക്ക് എങ്ങനെയാണ് അവനെ സ്നേഹിക്കാൻ കഴിയുന്നത്? നമുക്കവനെ സ്നേഹിക്കാൻ കഴിയുന്നത് അവൻ്റെ കൽപ്പനകളെ, അവൻ്റെ വചനങ്ങളെ പ്രമാണിക്കുക വഴിയാണ്. ഇന്ന് നമുക്കറിയാം, ആളുകൾ പൊതുവെ ദൈവവചനം പ്രമാണിക്കുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. എന്തുകൊണ്ടെന്നാൽ അവർ ചിന്തിക്കുന്നു, ഒരു മൊറാലിറ്റി ഉണ്ട്, അതായത് ഒരു ധാർമ്മികത ലോകത്തെമ്പാടുമുണ്ട്. ആ ധാർമ്മികതയിൽ ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാം. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ലോകത്തിൽ അനേകം മഹാന്മാരുണ്ട്. ഇന്ന് വരെയുള്ള ലോകത്തിലെ മഹാന്മാരുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും എല്ലാവരുടെയും പേരുകൾ പറയും. നമ്മുടെ ഇന്ത്യയിലുള്ള മഹാന്മാരുടെ പേരുകളും ലോകത്തുള്ള മഹാന്മാരുടെ പേരുകളെല്ലാം നമ്മൾ പറയും. പക്ഷേ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, ഇവർ സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, അവർ സ്വർഗത്തിൽ പോകും. അവർ ദൈവവചനം അനുസരിച്ചവരും കർത്താവിനെ സ്നേഹിച്ചവരുമാണെങ്കിൽ അവർ സ്വർഗത്തിൽ പോകും എന്നുള്ളതായിരിക്കും എൻ്റെ മറുപടി എന്ന് പറയുന്നത്. അവിടെ വിവാദത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവവചനത്തിൽ നിന്നുമാണ്. എത്രത്തോളം പേരുള്ള വ്യക്തിയാണെങ്കിലും, ഏത് കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും, എത്രത്തോളം വിദ്യാഭ്യാസമുണ്ടെങ്കിലും, ഏത് രാജ്യത്തിൻ്റെ ഭരണാധിപനായിരുന്നാലും, അവർ കർത്താവ് യേശുക്രിസ്തുവിനെ അറിയുന്നില്ലെങ്കിൽ, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, അവൻ്റെ വചനത്തെ പ്രമാണിക്കുന്നില്ലെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. പല ആളുകൾക്കും സ്വർഗത്തെക്കുറിച്ച് വിശ്വാസമില്ല എങ്കിലും ഇന്നയാൾ സ്വർഗത്തിൽ പോകത്തില്ല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ആത്മരോഷമാണുള്ളതെന്നറിയാമോ? എന്താ നിങ്ങൾ അങ്ങനെ? എന്തുകൊണ്ടാണ് നിങ്ങൾ എങ്ങനെ ആത്മരോഷം കൊള്ളുന്നത്? നിങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ച് വിശ്വാസമില്ലെങ്കിൽ, വിശുദ്ധ വേദപുസ്തകത്തെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ, ഒരാൾ സ്വർഗത്തിൽ പോകത്തില്ല എന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ നിങ്ങൾ എന്തേ ആത്മരോഷം കൊള്ളുന്നു? അതിൻ്റെ ആവശ്യമില്ല. വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും നമ്മളുടെ രക്ഷയെ ഉറപ്പാക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ ഓരോരുത്തരും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവ് സംഭവിക്കുമ്പോൾ എടുക്കപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. പക്ഷെ അതിന് നമ്മൾ ആർപ്പുവിളി കേൾക്കുമ്പോൾ അന്നേരം ഓടിപ്പോയി ഒരുങ്ങാൻ നമുക്ക് സാധ്യമല്ല. കാരണം ഈ പരിശുദ്ധന്മാവിനെ നമുക്ക് നൽകുന്നത് മനുഷ്യരല്ല, അത് ദൈവമാണ് നമുക്ക് നൽകുന്നത്. തൻ്റെ ഇഷ്ടമുള്ളതുപോലെ അവൻ കൊടുക്കുന്നു എന്നുള്ളത് നമുക്ക് തിരുവചനത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. നോക്കുക, സഭയുടെ ഉൾപ്രാപണത്തിന് ശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളത് വിശുദ്ധ തിരുവെഴുത്ത് വളരെ വ്യക്തമായി പറയുന്നു. പിന്നെ നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്? നമുക്ക് വാങ്ങാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, ഇതാകുന്ന സുപ്രസവകാലം, ഇതാകുന്ന രക്ഷാ ദിവസം, യൗവനക്കാരൻ നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ഇന്ന് എന്നിലൂടെ ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരോടൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായ തീരുമാനമെടുക്കാൻ ഒരിക്കലും താമസിക്കരുത്. കാരണം യേശുക്രിസ്തുവിൻ്റെ വരവ് വളരെ അടുത്തായി കഴിഞ്ഞു. ആർപ്പുവിളികൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഗംഭീരനാദത്തെക്കുറിച്ചോ അല്ല, പ്രധാന ദൂതൻ്റെ ശബ്ദത്തെക്കുറിച്ചല്ല, മറിച്ച് ഇവിടെ ആർപ്പുവിളി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വ്യാഖ്യാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ലോകത്ത് കാണുന്നതായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിനോടനുബന്ധിച്ചുള്ള ലക്ഷണങ്ങൾ ഒരു ആർപ്പുവിളി പോലെയാണ്. ഈ ആർപ്പുവിളി കേൾക്കുമ്പോൾ, കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഉറപ്പാക്കണം, മണവാളൻ അടുക്കൽ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു, യേശു വരാറായി. നമ്മളിന്ന് 10-ാമത്തെ വാക്യത്തെ കൂടുതൽ കേന്ദ്രീകരിച്ച് തന്നെയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു, ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്ന് വാതിൽ അടയ്ക്കുകയും ചെയ്തു. ഇവിടെ മണവാളൻ എന്നും അതുപോലെ കല്യാണ സദ്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില ആത്മീക ചിന്തകളിലേക്ക് കടക്കേണ്ടതാണ്. അതിനർത്ഥം യേശുക്രിസ്തുവിൻ്റെ വരവിൽ അവൻ ഒരു മണവാളൻ എന്ന പോലെ വരുന്നു. അതേപോലെ തന്നെ യേശുക്രിസ്തു വരുന്നത് ഒരു കല്യാണ സദ്യയ്ക്ക് നമ്മളെ കൊണ്ടു ചെല്ലുവാൻ എന്നവണമാണ്.
ഈ രണ്ട് പദപ്രയോഗങ്ങളും വളരെ ആലങ്കാരികമായി പറയുന്നതാണെന്ന് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണത്തിന് വേണ്ടി ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനായി നമുക്ക് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന് 9-ാമത്തെ വാക്യം വായിക്കാം. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ സത്യവചനമെന്നും എന്നോട് പറഞ്ഞു. നോക്കുക, പിന്നെ അവൻ എന്നോട്, ദൂതൻ യോഹന്നാനോട്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. നോക്കണേ, കല്യാണ സദ്യ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ കല്യാണ സദ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാധാരണയായിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ അക്ഷരികമായി തന്നെ സ്വർഗത്തിൽ ഒരു സദ്യയുണ്ട്, ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന പോലെ ഒരു സദ്യ അവിടെ ഒരുക്കപ്പെടും, അന്ന് നമ്മളെല്ലാവരും ഇരുന്ന് ആവേശത്തോടുകൂടെ സദ്യ കഴിക്കും എന്നുള്ളതൊക്കെയാണ് ചില ആളുകൾ ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് ആത്മീയമായി വിശുദ്ധ വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കാൻ കഴിവില്ലാത്ത ആളുകൾ അങ്ങനെയുള്ള ചിന്തകളിലേക്ക് വന്നിട്ട് വളരെയധികം പ്രയാസപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ വചനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇവിടെ കല്യാണ സദ്യ, ക്ഷണിക്കപ്പെട്ടവർ എന്നൊക്കെ പറയുന്നതിൻ്റെ ഉദ്ദേശം വിശുദ്ധ വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ ദൈവത്തിൻ്റെ ഭാര്യയായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. ഭാര്യ അവൾ അവിശ്വസ്തതയാകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവൾ ദൈവത്തിൽ ഏകാഗ്രത ഇല്ലാത്തവളായി മാറുന്നതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. അവൾ വേശ്യയായി മാറുന്നതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. അതേപോലെ തന്നെ പുതിയ നിയമം എപ്പോഴും പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് ദൈവസഭ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇസ്രായേൽ എന്നും ദൈവസഭ എന്നൊക്കെ പറയുന്നതെല്ലാം ഒന്ന് തന്നെയാണ്. അതിനർത്ഥം ഇസ്രായേൽ ദൈവസഭയാണെന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. മറിച്ച് ഇസ്രായേൽ അത് ആത്മീക സഭയായിട്ട്, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ വെളിപ്പെടുന്നതായ പൊരുളായിട്ടുള്ള ദൈവസഭയ്ക്ക് നിഴലായിട്ട് ഇസ്രായേലിനെ കർത്താവ് നമ്മെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ ദൈവത്തിൻ്റെ ഭാര്യയായിട്ട് പഴയ നിയമത്തിൽ വിശേഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ, പുതിയ നിയമത്തിൽ ദൈവസഭ, കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടമായ ദൈവസഭയെ മണവാട്ടി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മണവാട്ടി, അതിൻ്റെ അർത്ഥം മണവാളനും മണവാട്ടിയും തമ്മിൽ ഒന്നിച്ചു ചേരുന്ന, അഥവാ ക്രിസ്തുവ സഭയും ഒന്നിച്ചു ചേരുന്നതായ നിമിഷം ഏറ്റവും സന്തോഷഭരിതമായ സന്ദർഭമായിരിക്കും. അത് സ്വർഗത്തിലാകട്ടെ, അത് ഭൂമിയിലുള്ള ദൈവമക്കളുടെ കൂട്ടത്തിലാകട്ടെ, നമ്മൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന, സ്വർഗം സന്തോഷിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു ദിനമായിരിക്കും കാന്തയായ സഭയും കാന്തനായ മണവാട്ടിയും ഒന്നിച്ചു ചേരുന്നതായ സമയം എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ എന്തോ ഒരു സന്തോഷമായിരിക്കും. നമ്മളൊരു പാട്ട് പാടുന്നുണ്ടല്ലോ, കർത്താവ് തൻ ഗംഭീരനാദത്തോടുന്നൊരു പാട്ട്. ആ പാട്ടിൻ്റെ വരികളെല്ലാം എഴുതി വച്ചിരിക്കുന്നത് കുഞ്ഞാട്ടിൻ്റെ കല്യാണം വരുന്നു അല്ലേ എന്നുള്ളതല്ലേ പറയുന്നത്. അതിൻ്റെ സന്തോഷത്തെക്കുറിച്ച് ആ പാട്ട് വളരെയധികം വ്യക്തമായി വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിലുണ്ടാകുന്ന മഹാസന്തോഷം എന്ന് പറയുന്നത് സ്വർഗത്തിന് പോലും ഉപയോഗിക്കാൻ കഴിയാത്തതുപോലെയുള്ള സന്തോഷം അന്നുണ്ടാകും. സാധാരണയായിട്ട് ഈ യഹൂദ വിവാഹങ്ങളിലൊക്കെ വളരെ സന്തോഷം ഉണ്ടാകാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. യഹൂദ റബ്ബിമാരുടെ പഠിപ്പിക്കലനുസരിച്ച് അന്ന് അവർ ന്യായപ്രമാണത്തോട് വലിയ ഒബീഡിയൻ്റ് ഒന്നും കാണിക്കേണ്ട, അവർക്ക് ഇഷ്ടം പോലെ സന്തോഷിക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് എല്ലാവരും മതിമറന്ന് സന്തോഷിക്കുന്നതായ ഒരു അവസരമായിരിക്കും അന്ന്. ഇതേപോലെ സ്വർഗത്തിൽ ദൂതന്മാരും അതേപോലെ തന്നെ ചേർക്കപ്പെട്ട സഭയും അതേ കാന്തനായ കർത്താവ് യേശുക്രിസ്തുവും ഒന്നിച്ചു ചേർന്ന് സന്തോഷിക്കുന്നതായ സന്ദർഭമാണ് ഇവിടെ കുഞ്ഞാടിൻ്റെ കല്യാണം എന്നുള്ള പേരിൽ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം ഉദ്ദേശിക്കുന്നത് നമ്മൾ അവിടെ യേശുക്രിസ്തുവിനോട് ഒന്നിച്ച് നമ്മൾ സംഗമിക്കുന്നതായ സന്ദർഭമാണ്. അന്ന് വെളിപ്പെടും നമ്മൾ ആരാണെന്നുള്ളത്. അന്ന് വെളിപ്പെടും കർത്താവ് യേശുക്രിസ്തുവിനെ. ഇന്ന് നമ്മൾ യേശുക്രിസ്തുവിനെ കണ്ടിട്ടില്ല. നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നത് യേശുക്രിസ്തു ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അവൻ്റെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കി തന്നു, അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചു എന്നുള്ളതൊക്കെയാണ്. ആ ഒരു ഭാവനയിലാണ് നമ്മൾ യേശുക്രിസ്തുവിനെ കാണുന്നത്. പക്ഷേ അന്ന് നമ്മൾ മുഖാമുഖമായി കണ്ട് സന്തോഷിക്കുമെന്നുള്ളതായ വലിയ ഉറപ്പാണ് ഇവിടെ ദൈവവചനത്തിലൂടെ നമുക്ക് നൽകപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു സന്തോഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതേ താലന്തുകളുടെ ഉപമ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടല്ലോ, യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. അതെ, നമ്മൾ ആ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ, യേശുക്രിസ്തു പറഞ്ഞ അനേക ഉപമകളും ഇപ്രകാരം തന്നെയായിരുന്നു. വിവാഹത്തിന് ക്ഷണം മുന്നമേ കൊടുക്കും. സുവിശേഷം എന്ന് പറയുന്നത് ഈ വിവാഹത്തിന് ക്ഷണമാണ്. യേശുക്രിസ്തുവും തൻ്റെ കാന്തയായ സഭയും തമ്മിലുള്ള ആ വിവാഹത്തിന് വേണ്ടിയുള്ള ക്ഷണമാണ്, ആ മണവാട്ടിയാകാനുള്ള ക്ഷണമാണ് സുവിശേഷത്തിലൂടെ
യേശു നമുക്ക് നൽകുന്നത്. അതിനെ സ്വീകരിച്ചവരായ ആളുകളുണ്ട്, അവരാണ് ക്ഷണിക്കപ്പെട്ടവർ എന്ന് പറയുന്നത്. ഇന്ന് സുവിശേഷം കേട്ട് ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, അതിനർത്ഥം നിങ്ങൾ ക്ഷണം സ്വീകരിച്ചിട്ടില്ല. ആ ക്ഷണം സ്വീകരിച്ചവരായ ആളുകളെ ഒന്നുകൂടെ വിളിക്കും. ആ വിളിയാണ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ സംഭവിക്കുന്നത്. ആ വിളിയാണ് ഗംഭീരനാദം എന്ന് പറയുന്നത്. ആ വിളിയാണ് പ്രധാന ദൂതൻ്റെ ശബ്ദം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് ക്ഷണം സ്വീകരിച്ചവരായ ആളുകൾ മാത്രമേ അന്ന് ആ വിളിയിൽ എടുക്കപ്പെടുത്തുള്ളൂ. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ സുവിശേഷത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ സ്വീകരിക്കാനുള്ള വളരെ സുപ്രധാനമായ സന്ദർഭമാണിതെന്ന് ഞാൻ ദൈവവചനത്തിലൂടെ നിങ്ങൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ ഈ ക്ഷണം സ്വീകരിച്ചവരായ ആളുകൾ വളരെ പ്രത്യാശയോടുകൂടെ ആർപ്പുനാദം കേൾക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവ് അടുത്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതേ ആ വിളിക്ക് വേണ്ടി കാത്തിരിക്കുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ഈ വചനത്തിലൂടെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, എന്ന് ഞാൻ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ വരവ് അടുക്കൽ തന്നെ ആയിരിക്കുന്നു. ആർപ്പുനാദം ഞങ്ങൾ കേൾക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷണമായിട്ടാണ്. അതേപോലെ തന്നെ പ്രധാന ദൂതൻ്റെ ശബ്ദവും കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കേണ്ട സമയം ആസന്നമായിരിക്കുന്നു എന്ന് ഞങ്ങൾ ഗ്രഹിച്ചറിയുന്നു. ഇന്ന് എന്നെ കേൾക്കുന്നവരായ ആളുകൾ സുവിശേഷത്തിൻ്റെ ക്ഷണം അവർ കേട്ടെങ്കിലും നിരസിച്ചവരായ ആളുകൾ, അങ്ങനെ നിരസിച്ചവരായ ആളുകൾ ഇന്ന് സുവിശേഷം അംഗീകരിക്കുവാനും ആ ക്ഷണം സ്വീകരിക്കുവാനും ആ വിളിക്ക് വേണ്ടി കാത്തിരിപ്പാൻ തക്കോണം നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപ്രകാരം തീരുമാനമെടുക്കുന്നവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും അവരെ നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധിച്ച് കേട്ടതിനായി നന്ദി പറയുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച് ആ കുഞ്ഞാടിൻ്റെ കല്യാണത്തിൻ്റെ ക്ഷണം സ്വീകരിപ്പാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ദയവായി എന്നെ വിളിക്കുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ച് ആ തീരുമാനത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കും. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഈ ക്ഷണം സ്വീകരിച്ച് അതേ അവനിൽ വിശ്വസിക്കുന്നവരെ ആളുകൾ വളരെ ഭക്തിയോടുകൂടെ അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.